Minso, would you mind coming over here? ഈ വാർത്ത ഒന്ന് വായിച്ചിട്ട് ഇതിന്റെ മലയാളം ഒന്ന് പറയാൻ സാധിക്കുകയോ? ഒന്ന് ശ്രമിച്ചു നോക്കൂ. നോക്കട്ടെ. സിവിൽ പോലീസ് ഓഫീസർ കിൽഡ് വൈൽ പ്രിവെന്റിംഗ് അറ്റാക്ക് ബൈ ഹിസ്റ്ററി ഷീറ്റർ ഇൻ കോട്ടയം. എങ്ങനെ ഒന്നുകൂടെ വായിക്കാം? സിവിൽ പോലീസ് ഓഫീസർ കിൽഡ് വൈൽ പ്രിവെന്റിംഗ് അറ്റാക്ക് ബൈ ഹിസ്റ്ററി ഷീറ്റർ ഇൻ കോട്ടയം. അപ്പൊ എന്തായിരിക്കും അതിന്റെ മീനിങ് ഒന്ന് പറയാൻ ശ്രമിച്ചേ? സിവിൽ പോലീസ് ഓഫീസർ വാസ് കിൽഡ്. സിവിൽ പോലീസ് ഓഫീസർ എന്ന് പറഞ്ഞാൽ പോലീസ്മാൻ അല്ലേ? പോലീസ്മാൻ വാസ് കിൽഡ്. ഓക്കെ. എന്തോ ഒരു അറ്റാക്ക് പ്രിവെന്റ് ചെയ്യുമ്പോ, അതായത് ഹിസ്റ്ററി ഷീറ്റർ ഹിസ്റ്ററി ഷീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഹിസ്റ്ററി പറഞ്ഞ ചരിത്രം. ഓക്കെ. ഷീറ്റർ പറഞ്ഞ ചതിയൻ. അത് ചീറ്റർ. അപ്പൊ ഹിസ്റ്ററി ഷീറ്റർ അല്ല, അങ്ങനെയല്ല. ഓക്കെ. അപ്പൊ മൊത്തത്തിൽ അതിന്റെ ഒരു മീനിങ് എന്താ പറയാൻ സാധിക്കുക മലയാളത്തില്? ഈ ഹിസ്റ്ററി ഷീറ്ററിന്റെ അറ്റാക്ക് പ്രിവെന്റ് ചെയ്യാൻ നോക്കിയ പോലീസ് ഓഫീസറിനെ കൊന്നു. ഹിസ്റ്ററി ഷീറ്റർ. അപ്പൊ ഹിസ്റ്ററി ഷീറ്റർ ആണ് പ്രശ്നം അല്ലെ? ഹിസ്റ്ററി ഷീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മീൻസ് ഉദ്ദേശിച്ച പോലെ അല്ല. ഹിസ്റ്ററി ഷീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതിന്റെ അർത്ഥം സ്ഥിരമായിട്ട് കുറ്റങ്ങൾ ചെയ്യുന്ന ഒരു എന്താ പറയുക, സ്ഥിരം ഒഫൻഡർ, ഒരു ഹാബിച്വൽ ഒഫൻഡർ എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് സ്ഥിരമായിട്ട് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന വ്യക്തി, അത്രയേ അതിൻ്റെ അർത്ഥമുള്ളൂ. കുറ്റവാളിയായിട്ടുള്ള വ്യക്തി, സമൂഹ വിരുദ്ധനായിട്ടുള്ള സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു ഹാബിച്വൽ ഒഫൻഡർ, സ്ഥിരം കുറ്റവാളിയായിട്ടുള്ള വ്യക്തി എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? ഓക്കെ. ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ച പത്രത്തിലെ ഒരു വാർത്തയാണിത്. അതിനകത്താണ് ഈ ഒരു ഹിസ്റ്ററി ഷീറ്റർ എന്ന് പറയുന്നൊരു വേർഡ് കാണാനിടയായിട്ടുള്ളത്. സാധാരണ യൂസ് ചെയ്യുന്ന പത്രക്കാർ ഉപയോഗിക്കുന്ന പത്രങ്ങളിൽ യൂസ് ചെയ്യുന്നൊരു വേർഡ് തന്നെയാണ്. പത്രം എന്ന് പറയുന്നത് കോമൺ പീപ്പിളിന് വേണ്ടി എഴുതപ്പെടുന്ന മാധ്യമമാണ്. അപ്പോൾ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള വാക്കുകൾ തന്നെയാണ് ഇതെല്ലാം. ഈ വാർത്ത മനസ്സിലാവണമെങ്കിൽ ആ വാക്ക് അറിയേണ്ടതുണ്ട്. ഇങ്ങനെ പത്രങ്ങൾ സ്ഥിരം ഉപയോഗിക്കുന്ന കുറേയേറെ വാക്കുകളുണ്ട്. ഇപ്പോൾ ഇതിന് സമാനമായിട്ട് ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന കുറച്ച് വാക്കുകൾ ഞാൻ പറയാം. ഗൂൺസ് എന്ന് പറയുന്നൊരു വേർഡ് ഉണ്ട്. ഗുണ്ട എന്ന് പറയും നമ്മളല്ലേ. ഗുണ്ട എന്ന് പറയുന്ന മലയാളം പ്രയോഗത്തിന് തുല്യമായിട്ടുള്ള ഗുണ്ട എന്ന് പറയുന്നൊരു ഇംഗ്ലീഷ് വേർഡ് കൂടിയാണ്. ഗൂൺസ് എന്ന് പറയുന്നൊരു വേർഡ് യൂസ് ചെയ്യാറുണ്ട് ഗുണ്ട എന്ന അർത്ഥത്തിൽ. അതുപോലെ റിപ്രൊബേറ്റ് എന്ന് പറയുന്നൊരു വേർഡ് സാധാരണ കാണാറുണ്ട്, തെമ്മാടി എന്ന അർത്ഥത്തിൽ. ഹൂളിഗൻ എന്ന് പറയുന്നൊരു വേർഡുണ്ട്, ഇതെപ്പോഴും പത്രങ്ങളിൽ യൂസ് ചെയ്യുന്നൊരു വേർഡാണ്, ഹൂളിഗൻ. മിസ്ക്രിയൻ്റ് എന്ന് പറയുന്നൊരു വേർഡുണ്ട്, മിസ്ക്രിയൻ്റ്. അതായത് സാമൂഹിക ദ്രോഹി എന്നോ അക്രമി എന്നോ ഒക്കെ അർത്ഥമുള്ളൊരു വേർഡാണ് മിസ്ക്രിയൻ്റ്. സ്കൗണ്ട്രൽ പൊതുവെ എല്ലാവർക്കും അറിയുന്നൊരു വേർഡാണ് സ്കൗണ്ട്രൽ, ആഭാസൻ, തെമ്മാടി എന്നർത്ഥമുള്ള വേർഡാണ്. പിന്നെ അസൈലൻ്റ് എന്ന് പറയുന്നൊരു വേർഡ് എപ്പോഴും പത്രങ്ങളിലും പുസ്തകങ്ങളിലും കാണുന്നൊരു വേർഡാണ്. അസൈലൻ്റ് മീൻസ് ആക്രമിക്കുന്നയാൾ, ആക്രമി. ഫെലണി എന്ന് പറയുന്നത് അതിൻ്റെ നൗണാണ്. ഫെലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റവാളി അല്ലെങ്കിൽ മഹാപാപം ചെയ്യുന്ന മഹാപാതകിയായിട്ടുള്ള ആളുകളെയാണ് ഫെലൺ എന്ന് പറയുന്ന വേർഡ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ കുറ്റവാളി, ഫെലണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റകൃത്യം, ഓക്കെ, അല്ലെങ്കിൽ മഹാപാതകം. ഓക്കെ. അപ്പോൾ ഞാനിപ്പോൾ ഒരു കൂട്ടം വാക്കുകളോട് പറഞ്ഞു, ഒരുപാട് വാക്കുകളുണ്ട് ഈ കാറ്റഗറിയിൽ വരുന്നത്. ഇതെല്ലാം സ്ഥിരം പത്രങ്ങൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പുസ്തകം എഴുതുന്ന ആൾക്കാർ, ജേർണലിസ്റ്റുകൾ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്ന വളരെ കോമൺ ആയിട്ടുള്ള വേർഡാണ്. ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതായത് നമ്മൾ വായിക്കുന്ന പുസ്തകം, നമ്മൾ വായിക്കുന്ന പത്രം, അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന വാർത്ത, നമ്മൾ കേൾക്കുന്ന ഇൻ്റർവ്യൂ, ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഇതുപോലെ ഒരു 2000-ഓളം വരുന്ന വളരെ എസെൻഷ്യലായിട്ടുള്ള ഒരു ഇൻ്റർമീഡിയറ്റ് ആൻഡ് അഡ്വാൻസ് ലെവലുള്ള ജേർണലിസ്റ്റിക് ആൻഡ് ലിറ്റററി വൊക്കാബുലറി ഉണ്ട്. ശരിക്കും ഇംഗ്ലീഷിൽ 1.25 ലക്ഷത്തോളം വരുന്ന, അതിലധികം വരുന്ന വാക്കുകളുണ്ട്. പക്ഷെ നമുക്ക് ഈ 1.25 ലക്ഷം വാക്കുകളൊന്നും അറിഞ്ഞിരിക്കേണ്ടതില്ല. ഈ പറഞ്ഞ കാറ്റഗറിയിൽ വരുന്ന ഒരു 2000-ഓളം വാക്കുകൾ വൊക്കാബുലറി അറിഞ്ഞാൽ നമുക്ക് ഏത് തരത്തിലുള്ള പുസ്തകമാണെങ്കിലും അതുപോലെ പത്രമാണെങ്കിലും എഡിറ്റോറിയൽ ലേഖനങ്ങളാണെങ്കിലും ഒക്കെ വായിച്ചാൽ വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. മാത്രമല്ല നമുക്ക് വലിയ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാനും ഡിബേറ്റ് നടത്താനും സ്പീച്ച് നടത്താനും ഒക്കെ നമുക്ക് സാധിക്കും. അതിൻ്റെ സീക്രട്ട് എന്ന് പറയുന്നത്, അതിൻ്റെ താക്കോൽ എന്ന് പറയുന്നത് ഈ പറഞ്ഞ അറൗണ്ട് 2000 വരുന്ന വേർഡ്സുകളാണ്. ഈ വാക്കുകൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത്രയും വാക്കുകൾ നമ്മൾ സാധാരണ വർഷങ്ങളുടെ അധ്വാനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആർജിച്ചെടുക്കാറുള്ളത്.
അല്ലേ? പക്ഷേ ഇത് ഒരുമിച്ച് നിങ്ങൾക്ക് ലഭിച്ചാൽ എങ്ങനെയുണ്ടാവും? അതായത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടിക്കലായിട്ട് പഠിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് നിങ്ങൾക്ക് തന്നാൽ എങ്ങനെയുണ്ടാവും? അതിനുള്ള ഒരു മാർഗ്ഗമാണ് വേർഡ് മാസ്റ്ററി ഇൻ 30 വീക്സ് എന്ന് പറയുന്ന ഞാൻ തയ്യാറാക്കിയിട്ടുള്ള പുസ്തകം. കുറേ കാലത്തെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് തയ്യാറാക്കിയിട്ടുള്ള പുസ്തകത്തിൻ്റെ 4ാമത്തെ പതിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. പുസ്തകം കുറച്ച് എണ്ണം മാത്രമേ സ്റ്റോക്കുള്ളൂ. ഈ പുസ്തകം വായിച്ചാൽ ഇതൊരു സെൽഫ് പ്രാക്ടീസ് മാനുവലാണ്. നിങ്ങൾക്ക് സെൽഫായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഈ പറഞ്ഞ വാക്കുകളെല്ലാം അർത്ഥസഹിതം, ഉദാഹരണ സഹിതം, പ്രൊണൗൺസിയേഷൻ ഉൾപ്പെടെ വളരെ കൃത്യമായിട്ട് പഠിക്കാനും പ്രാക്ടീസ് ചെയ്യാനും നിങ്ങളുടെ സ്പീച്ചിൽ, നിങ്ങളുടെ ഡിബേറ്റിൽ, നിങ്ങളുടെ ഭാഷാ പ്രയോഗങ്ങളിലൊക്കെ ഈ വാക്കുകൾ ഉപയോഗിക്കാനും, അതുപോലെ നിങ്ങളെപ്പോൾ ഏത് പത്രം, ഏത് കണ്ടൻറ്റ്, ഏത് ഇൻ്റർവ്യൂ കേട്ടാലും വായിച്ചാലും ഒക്കെ മനസ്സിലാക്കാൻ, ഭാഷ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു പുസ്തകമാണ് വേർഡ് മാസ്റ്ററി ഇൻ 30 വീക്സ് എന്ന് പറയുന്നത്. ബെസ്റ്റ് സെല്ലിംഗ് ബുക്കാണ്. ഈ പുസ്തകം ആവശ്യമുള്ള ആൾക്കാർ വേർഡ് മാസ്റ്ററി എന്ന് പറഞ്ഞിട്ട് 9037990442 എന്ന് പറയുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക. ഉടൻ തന്നെ അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് ഞാൻ അയച്ചുതരാം. ഞാൻ ആദ്യമേ പറയുകയാണ്, ഈ പുസ്തകം കുറച്ച് വിലയുള്ള പുസ്തകമാണ്. ചെറിയ പുസ്തകമല്ല, വലിയ കട്ടിയുള്ള ബുക്കാണ്. പുസ്തകത്തേക്കാൾ കൂടുതൽ അത് ഒരുപാട് വാല്യൂ ഉള്ള പുസ്തകമാണ്. അപ്പോൾ അത് ചെറിയ തുകയല്ല, കുറച്ച് വിലയുള്ള, കുറച്ച് പ്രൈസ് കൂടുതലുള്ള പുസ്തകമാണ്. അത് ഞാൻ ആമുഖമായിട്ട് പറയുകയാണ്. ബുക്കിനെ കുറിച്ച് അറിയണമെങ്കിൽ, പുസ്തകം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇപ്പം തന്നെ വേർഡ് മാസ്റ്ററി എന്ന് പറഞ്ഞിട്ട് ഈ നമ്പറിൽ 9037990442 എന്ന് പറയുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഈ പുസ്തകം വാങ്ങിച്ചു കൊടുക്കുക. ഒരുപക്ഷെ അവരുടെ ഭാവി തന്നെ മാറിപ്പോകുന്ന രൂപത്തിലേക്ക്. നിങ്ങളിപ്പോൾ ഈ ഒരു പുസ്തകം അവർക്ക് വാങ്ങി കൊടുത്താൽ അവരുടെ ഭാവിയിലേക്കുള്ളൊരു വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. പ്രത്യേകിച്ച് കുട്ടികൾ ചെറുപ്പത്തിലെ ഈ പുസ്തകം വായിച്ച് ഇത്രയും വൊക്കാബുലറി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭാവിയിൽ വലിയ രീതിയിലുള്ള ജോലി വാങ്ങിക്കാനോ അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ, സിവിൽ സർവീസ് പോലുള്ള പരീക്ഷയൊക്കെയാണ് സ്വപ്നമെങ്കിൽ അവരുടെ ലൈഫിലേക്ക് ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഈ പുസ്തകം വായിക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു.